നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ എക്കോണമിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യം, നമ്മൾ ആഭ്യന്തര വിപണിയെ ആശ്രയിച്ച്, അതായത് ഡൊമസ്റ്റിക് കൺസംഷനെ, ആഭ്യന്തര ഉപഭോഗത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നൊരു എക്കോണമിയാണ്, സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. നമ്മൾ മറ്റു പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ചൈന പോലെ മാസീവായിട്ട് ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കോണമി ഒന്നുമില്ല. ചൈന ഇപ്പോൾ ആ പോളിസിയിലൊക്കെ മാറ്റം വരുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും ഈ പറഞ്ഞൊരു ഇന്ത്യൻ മോഡലിലേക്ക്, അല്ലെങ്കിൽ കൺസംഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു എക്കോണമി ആക്കുവാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇന്ത്യ, ഇപ്പം നമ്മൾ ഏഷ്യയിൽ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറയാറുണ്ട്, ജപ്പാൻ, സൗത്ത് കൊറിയ, തായ്വാൻ, വിയറ്റ്നാം, ചൈന, ഇതുപോലുള്ള രാജ്യങ്ങൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ അവരെല്ലാം എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്കോണമീസാണ്. ഇന്ത്യ പോലുള്ള രാജ്യം എപ്പോഴും ആഭ്യന്തര വിപണിയെ ആശ്രയിച്ചും ആഭ്യന്തര കൺസംഷനെ എപ്പോഴും അങ്ങനെയുള്ളൊരു മോഡലാണ് ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ആഗോളപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള റിസഷനൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങൾ ഇതുപോലുള്ള എക്സ്പോർട്ടിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന രാജ്യങ്ങളെ അത് പിടിച്ചുലയ്ക്കുന്നത് പോലെ ഇന്ത്യയെ അങ്ങനെ സാരമായി ബാധിക്കാറില്ല. പക്ഷേ ബാധിക്കും, കാരണം ഇന്ത്യയും ഗ്ലോബൽ എക്കോണമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവില്ലെന്ന് പറയുന്നില്ല. ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എക്സ്പോർട്ട് ഇല്ലാത്തൊരു രാജ്യം ഇല്ലെന്നല്ല, എന്നാലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മൾ കൂടുതൽ ഗ്ലോബൽ സപ്ലൈ ചെയിനുമായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇൻ്റഗ്രേറ്റഡ് അല്ല. പക്ഷേ അതിൻ്റെ ആ ഒരു, എന്താണ് പറയുന്നത്, നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഒക്കെ കൂടി വരികയാണ്. കാരണം സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച കൂടുതലായിട്ട് ഉണ്ടാകണമെങ്കിൽ, ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കോണമി ആയി മാറുക എന്നുള്ളത് അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന സാമ്പത്തിക വളർച്ചയെ ഉണ്ടാകത്തുള്ളൂ. കാരണം നമുക്ക് ഡൊമസ്റ്റിക് കൺസംഷനെ ആശ്രയിച്ച് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, വലിയ കുഴപ്പമൊന്നുമില്ലാതെ. കൂടുതലും ഇല്ല, കുറവുമില്ല. നത്തിങ് മോർ നത്തിങ് ലെസ് എന്നുള്ളതാണ് എപ്പോഴും. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ വളർച്ചയുടെ, ഇപ്പം ഈവൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ സാമ്പത്തികമായിട്ട് അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് മാനുഫാക്ചറിങ്ങിനെ കൂടുതൽ, എന്താണ് പറയുന്നത്, വികസിപ്പിച്ച് വ്യാപിപ്പിച്ച് അതിനെ തീർച്ചയായിട്ടും എക്സ്പോർട്ട് ചെയ്ത് മാത്രമാണ് അവരുടെ എക്കോണമിയെ അവർ സ്ട്രെങ്തൻ ചെയ്തതും വളർത്തിയെടുത്തും ഒക്കെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ആ പാതയിലൂടെ മാത്രം സഞ്ചരിച്ചാൽ ലഭിക്കാവുന്നതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും അല്ലെങ്കിൽ ഉയർച്ചയൊക്കെ തന്നെ. പക്ഷേ ഇപ്പോഴും നമ്മൾ പറയത്തക്ക വലിയൊരു സമ്പദ് വ്യവസ്ഥയായി മാറിയിട്ടില്ല ലോകത്തിൽ. ഇപ്പോൾ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ പൊസിഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോബൽ മാനുഫാക്ചറിങ്ങിലൊന്നും വലിയ പാർട്ടിസിപ്പേഷൻ അല്ല. വളരെ 2% ഒക്കെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഗ്ലോബൽ മാനുഫാക്ചറിങ്ങിൽ. അതുപോലെ തന്നെ നമ്മുടെ GDP എടുത്ത് നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോഴും തീർച്ചയായിട്ടും നമ്മളുടെ സമ്പദ് വ്യവസ്ഥ ഡൊമസ്റ്റിക് കൺസംഷനെ അല്ലെങ്കിൽ ആഭ്യന്തര വിപണിയെയും ആഭ്യന്തര ഉപഭോഗത്തെയൊക്കെ ആശ്രയിച്ച് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അത് ഇന്ത്യയിലെ ഫെസ്റ്റിവൽ സീസണാണ് ഏറ്റവും കൂടുതലായിരുന്നു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇപ്പോൾ ദീപാവലി കഴിഞ്ഞൊരു സമയമാണ്. അപ്പോൾ ദീപാവലിക്ക് ഈ പ്രാവശ്യം ഇന്ത്യയിലെ റെക്കോർഡ് വിൽപ്പന, അതായത് നമ്മുടെ മൊത്തം സമ്പദ് വ്യവസ്ഥയിൽ വിൽപ്പന ദീപാവലിയുമായി ബന്ധപ്പെട്ട് 5.4 ലക്ഷം കോടി കടന്നു. അതിൻ്റെ ആ ഒരു ട്രെൻഡ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കാരണം ഇപ്പോഴും ആ ഒരു ട്രെൻഡ് എന്നുവെച്ചാൽ ദീപാവലി തീർന്നു എന്നിരുന്നാൽ തന്നെയും ആ ഒരു ഫെസ്റ്റിവൽ സീസണിനെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കൺസംഷനും പർച്ചേസും ഒക്കെ തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചൈനയിൽ നിന്നും നമ്മൾ സാധാരണ ഇതുപോലുള്ള ഫെസ്റ്റിവൽ സീസണിലൊക്കെ വാങ്ങിക്കാറുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഏകദേശം 1.25 ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം കൂടുതലും ഈ പ്രാവശ്യം ഇന്ത്യക്കാർ പ്രാദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ ഉപയോഗിക്കുവാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനുമാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളൊരു വിവരവും നമുക്ക് ഈ പറഞ്ഞൊരു റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് 5.4 ലക്ഷം കോടി രൂപയുടെ വിൽപ്പനയാണ് ദീപാവലി കാലത്ത്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള സേവന മേഖലയിലും സർവീസ് മേഖലയിലും ഏതാണ്ട് 65,000 കോടി രൂപയുടെ ബിസിനസ്സുകൾ നടന്നിട്ടുണ്ട്. ഇത് ഓൾ ടൈം റെക്കോർഡാണ്. ഇതുവരെ ഉള്ളതിലേക്ക് ഏറ്റവും മികച്ച പ്രകടനമാണിത് പറഞ്ഞാൽ. കഴിഞ്ഞ വർഷം 4.25 ലക്ഷം കോടി രൂപയുടേതാണ്. അപ്പോൾ ഈ വർഷം അത് അതിനേക്കാളൊക്കെ വളരെ 5.4, ഏകദേശം 5.40
5.25 എന്ന് പറയുമ്പം 1 ലക്ഷം കൂടെ കൂടി ഏകദേശം 1 ലക്ഷം കോടി രൂപയ്ക്ക് മേളിലുള്ള വർധനവ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥ എത്രത്തോളം വൈബ്രൻ്റ് ആണ് അല്ലെങ്കിൽ ഡൈനാമിക് ആണ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും മെട്രോ നഗരങ്ങളിലൊക്കെ തന്നെയാണല്ലോ തീർച്ചയായിട്ടും ഇതുപോലുള്ള സമയങ്ങളിൽ കൂടുതലായിട്ടുള്ള എന്താണ് പറയുന്നത് പർച്ചേസിങ് ആ ഒരു വൈബ്രൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ Tier 1 സിറ്റി, Tier 2 സിറ്റികളൊക്കെ തന്നെ ഈ പറഞ്ഞ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള വിൽപ്പനകൾ വളരെയധികം വർദ്ധിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മികച്ച മൺസൂണും കാർഷിക മേഖലയിലെ ഉണർവുകളും ഒക്കെ തന്നെ സമ്പദ് മേഖലയിലെ ഇതുപോലുള്ള വിൽപ്പനയ്ക്ക് വർധന ഉണ്ടാക്കുവാൻ കാരണമായി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാന പാദത്തിൽ ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ, അതായത് 24-25 അവസാന ക്വാർട്ടറും അതുപോലെ തന്നെ 2025 ഇവിടെ 26 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 25 26 തുടങ്ങിയില്ലല്ലോ. 25 വർഷത്തെ ആദ്യ പാദത്തിലും വിൽപ്പനയിൽ ഈ പറഞ്ഞ FMCGയിലൊക്കെ അല്പം എന്താണ് പറയുന്നത് മോശമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ അടുത്ത സമയത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് GSTയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും സ്ലാബ് വെട്ടിക്കുറച്ച് 2 സ്ലാബാകുകയൊക്കെ ചെയ്തതിന് അപ്പോൾ കമ്പനികളൊക്കെ തന്നെ ഈ GSTയിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുവാൻ, ആ ഒരു ബെനഫിറ്റ് ഉപയോക്താക്കളിലേക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുവാൻ അവർ മത്സരിച്ചതും ഈ പറഞ്ഞ വിൽപ്പന കൂടുവാനുള്ള കാരണമായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. രാജ്യത്തിപ്പോൾ വിലക്കയറ്റ തോത് പൊതുവെ കുറവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ അവസ്ഥ പറഞ്ഞതാണ്. കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റവും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം. മറ്റുള്ള സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ 2ാം സ്ഥാനത്ത്, ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ 4 ആണ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ പൊതുവെ ഭേദപ്പെട്ടൊരു പ്രകടനമാണ് ഈ ഇൻഫ്ലേഷൻ്റെ കാര്യത്തിലും വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ. അപ്പോൾ രാജ്യത്ത് നമ്മളതെടുത്ത് നോക്കുമ്പോൾ പൊതുവെ വിലക്കയറ്റത്തിൻ്റെ തോത് അല്ലെങ്കിൽ അളവ് വളരെ കുറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടം കൂടാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് പൊതുവെ ജനങ്ങൾക്ക് പർച്ചേസിംഗ് പവർ കൂടുകയും, കാരണം വില കുറയുന്നത് കൊണ്ട് അവർക്ക് കൂടുതൽ വിനിമയം ചെയ്യാൻ സാധിക്കും അവരുടെ കയ്യിലുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഇൻകം. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ, കാരണം ഇതിനൊരു കാരണം ഉണ്ടാകും കേട്ടോ. ഇപ്പം ഇത്രയും റെക്കോർഡ് സെയിൽ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ഈ സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഫാക്ടേഴ്സും അതുപോലെ തന്നെ ഈ ജനങ്ങളുടെ കൺസ്യൂം ചെയ്യുന്ന ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് തന്നെയാണ് ഈ പറഞ്ഞ റെക്കോർഡ് സെയിൽസ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വിലക്കയറ്റം വളരെ കുറവാണ്. GST പരിഷ്കാരങ്ങൾ വന്നു. അത് കച്ചവടക്കാർ അതിനെ തീർച്ചയായിട്ടും സാധനങ്ങളുടെ വില കുറച്ച് അല്ലെങ്കിൽ ആ ഒരു നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചു. പിന്നെ വിലക്കയറ്റം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ, പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ് പൊതുവെ കുറവായതുകൊണ്ട് ജനങ്ങളുടെ ഡിസ്പോസബിൾ ഇൻകത്തിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു വർധനവ് അനുഭവപ്പെടുന്നുണ്ട്. അവർക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ഉള്ള പർച്ചേസിങ് പവർ ഉള്ളതൊക്കെ തന്നെ ഇതിന് കാരണമായിട്ടുണ്ട്. അപ്പം നവരാത്രി, ദീപാവലി, ഹോളി ഇല്ല, ഇതുപോലൊക്കെയുള്ള ഫെസ്റ്റിവൽ, ഇപ്പം ക്രിസ്മസ്, ന്യൂ ഇയർ, ഇങ്ങനെയൊക്കെ വരുന്ന ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ തന്നെയാണ് ഇന്ത്യയിലെ പൊതുവെ ഇതുപോലുള്ള കച്ചവടങ്ങൾ വളരെ എന്താണ് ഒരു കൊഴുപ്പിക്കപ്പെടുന്നത് ശരിക്കും പറയുന്നത്. അല്ല, കച്ചവടക്കാർക്ക് കൂടുതൽ ഈ ഫെസ്റ്റിവൽ സീസണാണ് ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളിലൊന്നും ഇല്ലാത്തൊരു പ്രകടമായിട്ടുള്ള ഒരു ഫിനോമിന അല്ലെങ്കിൽ പ്രതിഭാസമാണ് ഇന്ത്യയിലുള്ളത്. ശരി, ഫെസ്റ്റിവൽ സീസൺസ് ഇഷ്ടം പോലെ ഉണ്ട്, ലോക്കലായിട്ടും റീജിയണലായിട്ടും നാഷണലായിട്ടും ഒക്കെ ഉള്ള. ഇപ്പോൾ ഹോളി എന്നൊക്കെ പറഞ്ഞാൽ നാഷണൽ ഫെസ്റ്റിവലാണ്. നവരാത്രി അതുപോലെ തന്നെ തീർച്ചയായിട്ടും രാജ്യത്ത് എമ്പാടും നവരാത്രി ആഘോഷിക്കുന്നതാണ്. പിന്നെ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ വരുമ്പോഴും തീർച്ചയായിട്ടും രാജ്യം മൊത്തമായിട്ടത് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള നാഷണൽ പാൻ ഇന്ത്യ ഫെസ്റ്റിവലായാലും റീജിയണലായിട്ടുള്ള ഫെസ്റ്റിവലൊക്കെ തന്നെ വരുമ്പോഴും തീർച്ചയായിട്ടും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ചലനം എപ്പോഴും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നവരാത്രി സമയം മുതൽ ഈ പറഞ്ഞ പ്രത്യേകിച്ച് ജ്വല്ലറി,
ഇലക്ട്രോണിക്സ്, വസ്ത്രത്തിനൊക്കെയാണല്ലോ ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ട് വസ്ത്രത്തിൻ്റെ കച്ചവടങ്ങളൊക്കെ വളരെ കൂടുതലുണ്ട് തീർച്ചയായിട്ടും അത്. അതുപോലെ മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ പുതുതായിട്ട് വാങ്ങിക്കാൻ ജനങ്ങൾ തീർച്ചയായിട്ടും കാത്തിരിക്കുന്നതും ഇല്ലേ, ജ്വല്ലറി ഒക്കെ തന്നെ ഇതുപോലുള്ള ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമുക്കറിയാം. പിന്നെ കേരളത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഫെസ്റ്റിവലെല്ലാം റിലവൻ്റ് ആണ്. അതുപോലെ തന്നെ ഓണം എന്ന് പറയുന്നത് നമ്മളുടെ റീജിയണലായിട്ടുള്ള ഫെസ്റ്റിവൽ വരുമ്പോൾ, അതുപോലെ ക്രിസ്മസ്, ന്യൂ ഇയർ ഇതുപോലുള്ള കാലഘട്ടങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ടൈമൊക്കെ വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വിപണി പൊതുവെ ഒരു ഉണർവ് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ തമിഴ്നാട്, ഓരോ സംസ്ഥാനത്ത് അവരുടേതായിട്ടുള്ള ലോക്കലായിട്ടുള്ള റീജിയണലായിട്ടുള്ള ഫെസ്റ്റിവൽ വരുമ്പോഴും നാഷണൽ ഫെസ്റ്റിവൽ വരുമ്പോഴും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എക്കോണമിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇലക്ട്രോണിക്സ്, ജ്വല്ലറി, വസ്ത്രം, ഭക്ഷണം ഇതുപോലുള്ള മേഖലകളെല്ലാം തന്നെ തീർച്ചയായിട്ടും ഉയർന്ന വിൽപ്പന ഉണ്ടാകുന്നതായിട്ടുള്ളൊരു ട്രെൻഡ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ കമ്പനികൾ നമുക്കറിയാം കൂടുതൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ടൈം ആയതുകൊണ്ട് ഓഫേഴ്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് വായ്പകൾ വളരെ എന്താണ് പറയുന്നത് ലിബറലായിട്ട് ലഭിക്കുന്നതും ഒക്കെ തന്നെ വിൽപ്പനയെ മുന്നോട്ട് നയിക്കുവാൻ കാരണമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അതിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളായിരുന്നു പുറമോട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫെസ്റ്റിവൽ സീസണൊക്കെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇവിടുത്തെ ഫെസ്റ്റിവലെല്ലാം ശരിക്കും മുതലാക്കിക്കൊണ്ടിരുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ അവരുടെ കമ്പനികളായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട് നമുക്കറിയാം, പ്രത്യേകിച്ച് ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഇന്ത്യയിൽ പൊതുവേ നമുക്കറിയാം ഒരു സോഷ്യൽ നെറേറ്റീവ് രൂപപ്പെടുകയും ചൈനയ്ക്ക് അങ്ങനെ അവരുടെ ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾക്കൊക്കെ മാർക്കറ്റ് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം പ്രത്യേകിച്ച് 1.25 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞ CAIT, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേഡേഴ്സ് അസോസിയേഷൻ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യകത വർദ്ധിച്ചു, അല്ലെങ്കിൽ അതിനായിരുന്നു കൂടുതൽ ഡിമാൻഡ് എന്നും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ ദീപാവലിക്ക് 2 വർഷം മുമ്പുള്ള ഒരു പ്രത്യേക ഈ ധൻതെരാസ് എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു. ആ ഒരു ദിവസം തന്നെ 50,000 കോടി രൂപയുടെ സ്വർണം, വെള്ളി ആഭരണങ്ങൾ വിൽപ്പന നടന്നു അല്ലെങ്കിൽ വിറ്റുപോയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത സമയത്തൊന്നും ഇത്രയധികം വലിയൊരു വിൽപ്പന ഈ പറഞ്ഞ മെറ്റൽസിൻ്റെ അല്ലെങ്കിൽ ഗോൾഡ്, സിൽവറിൻ്റെ കാര്യത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ദീപാവലി കഴിഞ്ഞെങ്കിൽ തന്നെ ഈ ഒരു പർച്ചേസിങ് ട്രെൻഡ് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് പറയുന്നത്, ആൾക്കാർ ഈ ഫെസ്റ്റിവൽ സീസണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വാങ്ങലും അതുപോലെ തന്നെ വിൽപ്പനയൊന്നും ഇതുവരെ അവസാനിച്ചിട്ടില്ല. ആ ഒരു പ്രവണത ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തൽക്കാലം ഇപ്പോഴൊന്നും അവസാനിക്കത്തില്ല. നമുക്കറിയാം ഇപ്പോൾ ഫെസ്റ്റിവൽ ഇപ്പോൾ ഒരു ദിവസമേ ഉള്ളൂ, എന്ന് പറഞ്ഞ് ജനങ്ങൾ തീർച്ചയായിട്ടും ആ ഒറ്റ ദിവസം കൊണ്ട് മേടിക്കുന്നതല്ല. ആ ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ട് അതിന് മുൻപും അതിന് പിൻപും ഉള്ള, അപ്പം ഇത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കണക്ക് ഇതിലുള്ള കണക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ആ ഒരു എന്താണ് പറയുന്നത് ഒരു ഓളം, ആ ഒരു വേവ് കുറച്ച് ദിവസം കൂടോ അല്ലെങ്കിൽ കുറേ നാളുകളോടോ അത് നിലനിൽക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും സെയിൽ ഇനിയും ഇതിൽ കൂടാൻ സാധ്യത ഉണ്ടെന്നല്ല, ഇതിൽ കൂടും എന്നുള്ള ഇതുവരെയുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമുക്ക് ഈ 5.4 ലക്ഷം കോടി രൂപയുടെ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ദീപാവലി കഴിഞ്ഞിട്ടും വിൽപ്പനയിലെ തിരക്ക് അവസാനിക്കുന്നില്ല എന്നുള്ളത് ആണ് ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ പൊതുവെ ഈ നവംബർ ഡിസംബർ മാസത്തിലൊക്കെ മാരിയേജിൻ്റെ ഒരു സീസൺ കൂടിയാണ്, വിവാഹ കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം കല്യാണവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്കായിരിക്കും കൂടുതൽ വിൽപ്പന ഉണ്ടാകുന്നത്. ജ്വല്ലറീസ്, ഡ്രസ്സ് മെറ്റീരിയൽസ്, അല്ലേ, ഫുട്വെയർ, അങ്ങനെ ഇതൊക്കെ പ്രധാനപ്പെട്ട ഫുഡ്, ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ തന്നെ കൂടുതൽ, അതുപോലെ തന്നെ ഗിഫ്റ്റ് ഐറ്റംസ്, അപ്പോൾ ഇതൊക്കെ തന്നെ കൂടുതലായിട്ട് വിൽപ്പന നടക്കുന്ന ഒരു സീസൺ കൂടെയാണ് മാരേജുമായിട്ട് ബന്ധപ്പെട്ട സീസൺ ആണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ മാസങ്ങളിൽ ഇതിൽ ഏകദേശ കണക്കാണ്, കൃത്യമായിട്ടുള്ളൊരു കണക്കൊന്നുമില്ല. കാരണം 48 ലക്ഷം കല്യാണങ്ങൾ രാജ്യത്ത് നടക്കുമെന്നാണ് പൊതുവെയുള്ളൊരു എസ്റ്റിമേഷൻ എന്നല്ല. അത് തീർച്ചയായിട്ടും അതിൽ കൂടാനുള്ള സാധ്യത മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം 6 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സിലേക്ക് നയിക്കുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ.
അപ്പോൾ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് ഫെസ്റ്റിവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽ മാത്രമല്ല, നമ്പർ ഓഫ് ഫെസ്റ്റിവൽസ് ഉണ്ട് ഒരു വർഷം. നമ്മൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ മാരേജ് ആയിട്ട് ബന്ധപ്പെട്ട സീസൺസ്, കാരണം നമുക്കറിയാം ചില ഇപ്പോൾ കേരളത്തിലായാൽ തന്നെ ചില മാസങ്ങളിൽ അല്ലെങ്കിൽ ചില ഒരു കാലയളവിൽ മാരേജിൻ്റെ സീസൺ ആയിരിക്കും തീർച്ചയായിട്ടും വരാം. ചില മാസങ്ങളിൽ അല്ലെങ്കിൽ ചില ഒരു സീസൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ആ സമയത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള വിപണിയിലുണ്ട വിൽ വിൽക്കപ്പെടാൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പൊതുവെയുള്ള മാർക്കറ്റിൽ, റീജിയണൽ മാർക്കറ്റ് ആണെങ്കിൽ റീജിയണൽ മാർക്കറ്റ്, ഇപ്പം നാഷണൽ ലെവലാണെങ്കിൽ തീർച്ചയായിട്ടും മാരേജിൻ്റെ ഈ പറഞ്ഞ രാജ്യത്ത് 48 ലക്ഷം കല്യാണങ്ങൾ എങ്കിലും നടക്കുമെന്ന് പറയുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ പിന്നെ മൂല്യമുള്ളൊരു വിപണിയാണ്. അല്ലെങ്കിൽ 6 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സിലേക്ക് അത് ഈ പറഞ്ഞൊരു സീസണിലേക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകാൻ, സെയിൽസ് അല്ലെങ്കിൽ വിൽപ്പന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഒരു എസ്റ്റിമേഷൻ. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ഒരു കുറവുണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഇത് ചില ക്രെഡിബിൾ ആയിട്ടുള്ള ഡേറ്റയുടെ അല്ലെങ്കിൽ മുൻകാല അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില റിപ്പോർട്ടുകളുടെ റിപ്പോർട്ടിലാണ് ഇത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഈ പറഞ്ഞ ഒരു ഡൈനാമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈബ്രൻ്റ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് എക്കോണമി ഉള്ളത് തന്നെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു കാതലായിട്ടുള്ളൊരു അതിൻ്റെ വശം. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഈ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്കും ഇത് തന്നെയാണ് അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ മറ്റു തലവേദനകളൊന്നുമില്ല തീർച്ചയായിട്ടും. കാരണം ഇന്ത്യ ഭയങ്കര എക്സ്പോർട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ച് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്കോണമി ആക്കി കൊണ്ടുപോകണമെന്ന് പ്രത്യേകിച്ച് ഭരണ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് വലിയ തലവേദനയൊന്നുമില്ല. കാരണം ഇതുപോലുള്ള ഫെസ്റ്റിവൽ ഒക്കെ ഉള്ളത് ആഭ്യന്തരമായിട്ടുള്ള നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷനെയും ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെയും മാത്രം എന്താണ് പറയുക നർച്ചർ ചെയ്യുന്ന രീതിയിൽ ഉള്ള സംവിധാനങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള നയങ്ങളും അല്ലെങ്കിൽ പരിപാടികളൊക്കെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ എക്കോണമി ഈ ഒരു പരുവത്തിലൊക്കെ മുമ്പോട്ട് പൊക്കോളും. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ എക്കോണമി സഞ്ചരിച്ചുകൊണ്ടിരുന്നതും. തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങളിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും കാലം. അതുകൊണ്ട് നമുക്ക് ലോകവിപണിയിൽ ഉണ്ടാകുന്ന മറ്റ് എന്താണ് പറയുന്നത് വലിയ ക്രൈസിസുകളൊന്നും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രശ്നമാകാറില്ല. പൊതുവെ ഉള്ളൊരു ഔട്ട്ലുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കാരണം ഇന്ത്യ ഗ്ലോബൽ എക്കോണമിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടില്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടില്ലെങ്കിൽ വലിയൊരു ചൈനയെ പോലെ അല്ലെങ്കിൽ സൗത്ത് കൊറിയ അല്ലെങ്കിൽ തായ്വാൻ ഇതുപോലൊക്കെയുള്ള വിയറ്റ്നാം ഇതുപോലുള്ള രാജ്യങ്ങളെപ്പോലെ നമ്മൾ തീർച്ചയായിട്ടും ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കോണമി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എക്സ്പോർട്ട് ചെയ്യാൻ സാധ്യത കുറഞ്ഞു കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയെ അത് വളരെ മോശമായിട്ടല്ലെങ്കിൽ പ്രതികൂലമായി ബാധിക്കുകയും ആ രാജ്യത്തിന് വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ പിൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അതിൻ്റെ കാരണം ഇതാണ്. പക്ഷേ ഇനി ഭാവിയിൽ നമ്മൾ കൂടുതൽ ഈ പറഞ്ഞ ഗ്ലോബൽ എക്കോണമിയായിട്ട് കൂടുതൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുമ്പോഴും കൂടുതൽ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്കോണമിയെ മാറുമ്പോഴും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഭവിഷ്യത്തുകളൊക്കെ നമ്മളെയും ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇപ്പോഴും ആസ് ഓഫ് നൗ നമ്മൾ ഡൊമസ്റ്റിക് കൺസംഷനെയും അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര വിപണിയിൽ തന്നെ നമ്മൾ വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എക്സ്പോർട്ടിനെ കുറിച്ച് വലിയ കൺസേൺ ആവേണ്ട, വറീഡാവേണ്ട ആവശ്യമുള്ളൊരു രാജ്യമല്ല എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫെസ്റ്റിവൽ സീസൺസ് ആണ് ഇന്ത്യൻ എക്കോണമിയുടെ എന്താണ് പറയുന്നത് ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു നട്ടല് അല്ലെങ്കിൽ നെടുംതൂൺ എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ഫെസ്റ്റിവൽ സീസൺസ് വളരെ റെഗുലറായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എക്കോണമി അത് കൂടുതൽ എന്താണ് പറയുന്നത് ഒരു ചലനാത്മകമാക്കുകയും കൂടുതൽ നമുക്ക് ഡൈനാമിക് എന്നോ അല്ലെങ്കിൽ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു എക്കോണമി ആയിട്ട് എപ്പോഴും ഇന്ത്യയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഫെസ്റ്റിവലാണ്. അപ്പോൾ ഈ പ്രാവശ്യം ദീപാവലിക്ക് റെക്കോർഡ് സെയിൽസ് 5.4 ലക്ഷം കോടി ഇതുവരെ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ട പർച്ചേസിൻ്റെ ആ ട്രെൻഡ് ഇതുവരെ അവസാനിച്ചിട്ടില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും. അപ്പം മറ്റ് കഴിഞ്ഞ വർഷം വരെയുള്ള കാലഘട്ടത്തിനേക്കാളൊക്കെ വളരെ റെക്കോർഡ് സെയിലാണ് അല്ലെങ്കിൽ റെക്കോർഡ് എന്താണ് പറയുന്നത് വിൽപ്പനയാണ് ഈ പ്രാവശ്യം നടന്നുകൊണ്ടിരിക്കുന്നതും. അറ്റ് ദ സെയിം ടൈം ചൈനയുടെ ഉൽപ്പന്നങ്ങളെ കൂടുതൽ ജനങ്ങൾ
എന്താ പറയുക ഇഗ്നോർ ചെയ്തു അല്ലെങ്കിൽ ഡിനേ ചെയ്തു. പ്രാദേശികമായിട്ടുള്ള നമ്മളുടെ ആഭ്യന്തരമായി നിർമ്മിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് എന്നൊക്കെയുള്ളതാണ് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട ചില ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ. ടിൽ ദെൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം.